ഇന്നൊരു ആണിക്ക് ശരിക്കും ധൈര്യത്തോടു കൂടെ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പേടിയാകുന്ന കാലമാണ്. കാരണം ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട ഒരു വാർത്തയാണ്. തൂങ്ങി മരിച്ചതാണ് കാരണം. സംഭവം ചെയ്യാത്ത തെറ്റിന് ചെയ്തു എന്ന് ആരോപിച്ച് മനസ്സ് പൊട്ടി വേദനിച്ച ഈ മനുഷ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ ഇനി എങ്ങനെ എൻ്റെ മനസ്സ് കാണിക്കും, എൻ്റെ മുഖം കാണിക്കുമെന്ന് വിചാരിച്ച് തൂങ്ങി മരിച്ചതാണ്. ഇതിന് ഏറ്റവും വലിയ കാരണക്കാരി ആരാണെന്നറിയോ? ഈ നാറിയായ ഈ യുവതിയാണ്. റീച്ചിനും റീൽസിനും വ്യൂസിനും മാത്രം പടക്കപ്പെട്ട ഇന്നത്തെ ചില കൗമാരപ്രായമുള്ള ചില സ്ത്രീകളാണ്. അവർ കാരണമാണ് ഒരു കുടുംബത്തിന്റെ അത്താണി ഇന്ന് നഷ്ടപ്പെട്ടു പോയത്. ആ മരണപ്പെട്ടു പോയ ആ ഉറപ്പക്കാരന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒരു നിലവിളി നിങ്ങൾ കണ്ടുപോകും. ഇത്ര വേദനിക്കുമല്ല ആ കുടുംബത്തിന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെയ്ത തെറ്റുകാരികൾക്ക് കൊലപാതക ശിക്ഷ നടപ്പിലാക്കി സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു കൊണ്ടുവന്ന് അവരെ വേണ്ട നിലക്കുള്ള പാഠങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് വന്നാൽ കൊറോണ വൈറസിനേക്കാൾ ഏറ്റവും വലിയ ഡേഞ്ചറസുകളായ സാധനങ്ങളാണ് ഇന്ന് ഓരോന്നും ഇറങ്ങി വരുന്നത്. ഇല്ലെങ്കിൽ കൊറോണ വൈറസ് പോലെ ഓരോ ബസ്സുകളിലും ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നു ഓരോ വീട്ടിൻ്റെ ഓരോ അത്താണികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി പോകും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരെ വലിച്ചു കൊണ്ടുവന്ന് വേണ്ട നിലക്കുള്ള ന്യായങ്ങൾ ഇവർക്ക് കൊടുത്തില്ല എന്ന് കണ്ടുവന്നാൽ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ കുറെ നാറികൾ ഇറങ്ങി വരും. അവർക്ക് മുമ്പിൽ നാം ഒരു വെല്ലുവിളിയായി നേരിടേണ്ടി വരുന്നുണ്ട്. ഈ കാലങ്ങൾക്കിടയിൽ 2-3 ഇതുപോലത്തെ കേസുകൾ നടന്നു. പക്ഷേ എന്തും ചെയ്യാമെന്ന് ആരും കരുതി പോകരുത്. ഇവിടുത്തെ ന്യായങ്ങൾക്ക് ന്യായമായ നിലക്കുള്ള വിധികൾ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സമൂഹത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനെ വഷളാക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവർക്കെതിരെ കേസെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വീട്ടിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം.